കുട്ടികളുടെ കയ്യിലും കാലിലും ശരീരത്തും മുഖത്തുമൊക്കെ ആയിട്ട് ചുമന്ന കുരുക്കളോ കുമിളകളോ കാണുന്നുണ്ടോ? അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അസഹനീയമായ ചൊറിച്ചിലും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇറിറ്റബിലിറ്റി, ഇടയ്ക്കിടയ്ക്കുള്ള പനി ഇവയൊക്കെ കാണുന്നുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, ഇത് തക്കാളി പനിയുടെ ലക്ഷണമാവാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അമലു ബാബു, കുട്ടികളുടെ ഡോക്ടറാണ്. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടി ഡോഗ് വിത്ത് കുട്ടി ഡോഗ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തക്കാളി പനി അല്ലെങ്കിൽ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്. പേര് പോലെ തന്നെ കയ്യിലും കാലിലും ശരീരത്തും നമ്മുടെ വായ്ക്ക് ചുറ്റുമൊക്കെ ചെറിയ ചെറിയ കുരുക്കളും കുമിളകളും അങ്ങനെ പല ടൈപ്പിലുള്ള കുരുക്കളായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. കോക്സാക്കി വിഭാഗത്തിൽപ്പെടുന്ന വൈറസാണ് ഇത് പരത്തുന്നത്. ഏതൊരു വൈറൽ ഇൻഫെക്ഷനെ പോലെ നമ്മൾ തുപ്പുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ആണ് ഇത് മറ്റൊരാളിൽ നിന്ന് സ്പ്രെഡ് ആവുക. കുട്ടികളാണ് കൂടുതലായിട്ടും കാണുന്നതെങ്കിലും മുതിർന്നവർക്കും ഇത് കണ്ടുവരാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ചൊറിച്ചിലായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ കുരുക്കൾ നമ്മുടെ വായിൻ്റെ അകത്തും ചെറിയ വായ്പുണ്ണ് പോലെയൊക്കെ വരാം. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനും പാല് കുടിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. എല്ലാ വൈറൽ ഫീവറും പോലെ തന്നെ ഇറിറ്റബിലിറ്റി, ക്ഷീണം ഒക്കെ ഇതിന് വളരെ സാധാരണമാണ്. സോ നമ്മുടെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് ആണ്. അതായത് ചൊറിച്ചിലിനായിട്ടുള്ള മരുന്ന് കൊടുക്കുക, പനിക്കായിട്ടുള്ള മരുന്ന് കൊടുക്കുക. അല്ലാതെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് മെഡിസിൻസ് ഒന്നും അവൈലബിൾ അല്ല. പേര് പോലെ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം തുടക്കത്തിൽ വരുന്നില്ല. എങ്കിലും നമ്മൾ ഈ ചെറിയ കുരുക്കളൊക്കെ നന്നായി ചൊറിഞ്ഞ് അതിൻ്റെ മേലിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ മാത്രം നമുക്ക് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ടൈമിൽ ഇത് വളരെ കോമൺ ആണ്. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കുട്ടിക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒട്ടും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ്. നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ മരുന്ന് വാങ്ങിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Until then, this is Dr. Amala signing off. Take care and bye-bye.